നമസ്കാരം. ട്രിവാൻഡ്രം പൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരളമൊട്ടാകെ തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡ് വിഭജന പ്രക്രിയ നടക്കുകയാണ്. അതിൻ്റെ കരട് രൂപം ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ പല വാർഡുകൾ ഇല്ലാതാകുകയും പുതിയത് വരികയും നിലവിലുള്ളതിൻ്റെ അതിർത്തികൾ വ്യത്യാസപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ വാർഡ് വിഭജനം പൂർത്തിയായപ്പോൾ 8 എണ്ണം ഇല്ലാതാകുകയും പുതിയ 9 വാർഡുകൾ കൂടി വരികയും ചെയ്തു. ഇതോടെ ഭരണ പ്രതിപക്ഷ പാർട്ടികൾ തമ്മിലുള്ള തർക്കങ്ങളും ഉടലെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. വീടുകളുടെ എണ്ണം നോക്കിയാണ് പുനർനിർണയം നടത്തിയത്. ഈ കണക്കുകൾ പ്രകാരമല്ല വിഭജനമെന്നും ആരോപണം മറുവശത്ത് ഉയരുന്നുണ്ട്. ഇതിലെ പരാതികൾ ഡീലിമിറ്റേഷൻ കമ്മീഷൻ പരിശോധിക്കും. ഡീലിമിറ്റേഷൻ കമ്മീഷൻ പുറത്തിറക്കിയ കരട് രൂപത്തിൽ വാർഡുകളുടെ എണ്ണം 100-ൽ നിന്ന് 101 മാറിയിരിക്കുകയാണ്. കമ്മീഷന്റെ വിജ്ഞാപനത്തിൽ അതിർത്തികൾ പുനർനിർണയിച്ചപ്പോൾ 8 വാർഡുകളെ ഒഴിവാക്കുകയും 9 എണ്ണം പുതുക്കി നിശ്ചയിക്കുകയും ചെയ്തു. ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ വിജ്ഞാപനം അനുസരിച്ച് ഒരു വാർഡ് കൂട്ടുന്നതിനായി അതിർത്തികൾ പുനർനിർണയിച്ചതിലൂടെയാണ് 8 വാർഡുകൾ ഇല്ലാതാവുകയും 9 എണ്ണം പുതുതായി വരികയും ചെയ്തത്. ഈ കരട് രൂപം പരിശോധിച്ച് പൊതുജനത്തിന് ഡിസംബർ വരെ നിർദ്ദേശങ്ങളും പരാതികളും സമർപ്പിക്കാം. അതിനുശേഷമായിരിക്കും അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കുക. ഇനി ഒഴിവാക്കിയ വാർഡുകൾ ഇവയാണ്: ശ്രീവരാഹം, പെരുന്താന്നി, ഭീമാപള്ളി ഈസ്റ്റ്, ശംഖുമുഖം, കുര്യാത്തി, മാണിക്യവിളാകം ഇവയെല്ലാം തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിലുള്ളവയാണ്. ഇനി വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിൽ നിന്നും PTP നഗർ വാർഡും കോവളം നിയോജക മണ്ഡലത്തിൽ നിന്നും മുല്ലൂർ വാർഡും അങ്ങനെ 8 വാർഡുകൾ ഒഴിവായിട്ടുണ്ട്. പുതിയ വാർഡുകൾ ഏതൊക്കെയെന്ന് നോക്കിയാൽ കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിൽ കിഴക്കും ഭാഗം, ചേങ്കോട്ടുകോണം, കാര്യവട്ടം, കരിയം, അലത്തറ, കുഴിവിള എന്നിവയാണ് പുതുതായി കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിൽ വന്നത്. അതേസമയം വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ രാമപുരം, ഗൗരീശപട്ടം എന്നിവയാണ് പുതുതായി വന്നത്. നേമമണ്ഡലത്തിൽ കരുമം അങ്ങനെ 9 പുതിയ വാർഡുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതോടെ ഇനി ജനങ്ങൾക്ക് മറ്റൊരു ബുദ്ധിമുട്ട് വരുവാൻ പോകുകയാണ്. അതായത് വാർഡ് വിഭജനത്തിനനുസരിച്ച് ഇനി വീടുകളുടെ നമ്പറുകളും മാറും. ആധാറിലും പാസ്പോർട്ടിലും മറ്റു രേഖകളിലുമെല്ലാം അഡ്രസ്സിൽ തിരുത്തൽ വേണ്ടിവരും. വാർഡ് വിഭജന നടപടികൾ ഡീലിമിറ്റേഷൻ കമ്മീഷൻ പൂർത്തിയാക്കിയാൽ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിന് മുൻപ് പുതിയ വാർഡ് നമ്പറുകൾ നിശ്ചയിക്കേണ്ടതുണ്ട്. വാർഡ് വിഭജനം തദ്ദേശ സ്ഥാപനങ്ങൾക്കും വലിയ സാമ്പത്തിക ബാധ്യത സൃഷ്ടിക്കുന്നുണ്ട്. മൊത്തം 1712 ജനപ്രതിനിധികൾക്കായി പ്രതിമാസം 1.56 കോടി രൂപ അധികം കണ്ടെത്തുകയും വേണം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ കൂടുതൽ വാർഡുകൾ ഉണ്ടായിരുന്നത് തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിലായിരുന്നു. ഇവിടെയാണ് 6 വാർഡുകൾ ഇല്ലാതായിരിക്കുന്നത്. മൊത്തം 28 വാർഡുകളിൽ നിന്ന് 26 കുറയുകയും ചെയ്തു. കഴക്കൂട്ടം നിയമസഭാ മണ്ഡലത്തിൽ 6 വാർഡുകൾ പുതുതായി വന്നിട്ടുണ്ട്. ഇവയെല്ലാം അടുത്തടുത്താണ് വരുന്നത്. നേരത്തെ 22 വാർഡുകൾ ഉണ്ടായിരുന്നു. അത് നിലനിർത്തിക്കൊണ്ടാണ് പുതിയ 6 വാർഡുകൾ കൂടി വന്നിരിക്കുന്നത്. കിഴക്കേ കോട്ടയ്ക്ക് ചുറ്റും 3 വാർഡുകൾ ഇല്ലാതായി. ഇതിൽ 2 എണ്ണത്തെ തീരദേശ വാർഡുകളിലേക്ക് ചേർത്തു. പെരുന്താന്നി വാർഡിനെ വള്ളക്കടവ്, ചാക്ക, പാൽക്കുളങ്ങര, ഫോർട്ട് വാർഡുകളിലേക്ക് പിരിച്ചു ചേർത്തു. ശ്രീവരാഹം വാർഡിനെ വള്ളക്കടവ്, മുട്ടത്തറ, മണക്കാട് വാർഡുകളിലേക്ക് ചേർത്തു. കുര്യാത്തി വാർഡിന്റെ ഭാഗങ്ങൾ മണക്കാട്, ആറ്റുകാൽ വാർഡുകളിലേക്ക് ചേർന്നു. ശംഖുമുഖം വാർഡ് വള്ളക്കടവ്, വെട്ടുകാട് വാർഡുകളിലേക്കും ചേർന്നിട്ടുണ്ട്. PTP നഗറിനെ വട്ടിയൂർക്കാവ്, തിരുമല, വലിയവിള വാർഡുകളിലേക്കും മുല്ലൂർ വാർഡിനെ വെങ്ങാനൂർ, കോട്ടപ്പുറം എന്നീ വാർഡുകളിലേക്കും ഭീമാവള്ളി ഈസ്റ്റ്, മാണിക്യവിളാകം എന്നിവയെ സമീപ വാർഡുകളിലേക്കും മാറ്റിയിട്ടുണ്ട്. കഴക്കൂട്ടത്തെ കാര്യം നോക്കിയാൽ 1-ാം വാർഡായ കഴക്കൂട്ടം, 2-ാം വാർഡായ ചന്തവിള എന്നിവയുടെ ഭാഗങ്ങൾ ചേർത്താണ് കിഴക്കും ഭാഗം വാർഡ് രൂപീകരിച്ചിരിക്കുന്നത്. കാട്ടായിക്കോണം, ചെമ്പഴന്തി വാർഡുകളിലെ സ്ഥലങ്ങൾ ചേർന്ന് ചേങ്കോട്ടുകോണം വാർഡും കഴക്കൂട്ടം, ശ്രീകാര്യം വാർഡുകൾ വിഭജിച്ച് കാര്യവട്ടം വാർഡും ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ചെല്ലമംഗലം, ചെമ്പഴന്തി, ശ്രീകാര്യം വാർഡുകളിൽ നിന്ന് ചേർത്താണ് കരിയം വാർഡ് വന്നിരിക്കുന്നത്. അലത്തറ വാർഡിൽ ചാവടിമുക്ക്, കുളത്തൂർ റോഡ്, ശ്രീകാര്യം, ആക്കുളം റോഡ്, നിഷിന് സമീപം അയണിത്തറ ജംഗ്ഷൻ എന്നീ പ്രദേശങ്ങളുണ്ട്. കുളത്തൂർ, പള്ളിത്തുറ വാർഡ് വിഭജിച്ചാണ് കുഴിവിള വാർഡ് വന്നിരിക്കുന്നത്. രാമപുരം വാർഡിൽ കുടപ്പനക്കുന്ന്, ചെട്ടിവിളാകം, പാതിരപ്പള്ളി വാർഡുകളുടെ ഭാഗങ്ങളുണ്ട്. കരിമം വാർഡിൽ മേലാങ്കോട്, പാപ്പനംകോട്, പുഞ്ചക്കരി വാർഡുകളെ വിഭജിച്ച പ്രദേശങ്ങളാണ് ഉള്ളത്. തലസ്ഥാനത്തിലെ സുപ്രധാന പ്രദേശങ്ങളായ വിഴിഞ്ഞവും ശംഖുമുഖവും കോവളവും ആ പേരിലുള്ള വാർഡുകളിലല്ല വരുന്നത്. വിഴിഞ്ഞം വരുന്നത് കോട്ടപ്പുറം വാർഡിലും ശംഖുമുഖത്തെ വലിയതുറ വാർഡിലും കോവളത്തെ ഹാർബർ വാർഡിലും ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. രാഷ്ട്രീയ തർക്കം വാർഡ് വിഭജനത്തെ ചൊല്ലി മുറുകുകയാണ്. സിറ്റിംഗ് വാർഡുകൾ നോക്കിയാൽ കോൺഗ്രസിൻ്റെ 3 വാർഡുകളും BJPയുടെ 2 വാർഡുകളും CPMൻ്റെ 1 വാർഡും CPIയുടെ 1 വാർഡും INLൻ്റെ 1 വാർഡും ഇല്ലാതായിട്ടുണ്ട്. വാർഡുകളുടെ രൂപം മാറിയതോടെ മുന്നണികളും ആശങ്കയിലാണ്. ഇപ്പോൾ മാറി വന്ന വാർഡുകളിൽ
തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കുവാനുള്ള തന്ത്രങ്ങളിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾ കടക്കുകയാണ്. പുതിയ മാറ്റം തങ്ങൾക്ക് അനുകൂലമാക്കിയെടുക്കുവാനുള്ള തന്ത്രപ്പാടിലാണ് മുന്നണികൾ. വാർഡ് വിഭജനത്തിൽ പരാതികൾ ഉയർന്ന സാഹചര്യത്തിൽ വിഷയം കോടതി കയറുവാനുള്ള സാധ്യതയുമുണ്ട്. രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറ്റിമറിക്കുന്ന വാർഡ് വിഭജനത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ വരും നാളുകളിൽ ഉടലെടുക്കും എന്നതും തീർച്ചയാണ്. മറ്റൊരു വീഡിയോയിൽ തിരുവനന്തപുരത്തെ മറ്റൊരു വിശേഷവും കാഴ്ചയുമായി വീണ്ടും കാണാം. ചാനലിന് നൽകുന്ന പിന്തുണയ്ക്ക് നന്ദി അറിയിക്കുകയാണ്.